ഹായ് ഡിയേഴ്സ്, ഇന്ന് വായനാ ദിനം. നല്ല പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ലൈഫിൽ സംഭവിക്കുന്നത്? നമുക്ക് ചുറ്റുമുള്ള ഈ ലോകം തന്നെ മാറുന്നതായിട്ട് നമുക്ക് തോന്നാം. അങ്ങനെ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുകയും എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റണം എന്ന് ആഗ്രഹിച്ച ചില ശീലങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഹാബിറ്റ്സ്, അതിനെ മറ്റെവിടെ നിന്നും കിട്ടാത്ത രീതിയിലൊരു ഇൻസ്പിറേഷനോ, എന്നിൽ തന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണല്ലേ, സമയത്തെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, ഫിനാൻഷ്യലി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരണം, എങ്ങനെ പ്രൊഡക്റ്റീവ് ആകാം, എങ്ങനെ എൻ്റെ ലേസിനെസ് മാറ്റാം. എനിക്ക് ഭയങ്കര പ്രൊക്കാസ്റ്റിനേഷനൊക്കെയാണ്, നാളത്തേക്ക് മാറ്റി വയ്ക്കുക, അതുപോലെ തന്നെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ഇതിലൊക്കെ ഒരു ചേഞ്ച് എനിക്ക് വരുത്തണമെന്ന് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് ഒരു കൃത്യമായിട്ട് ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു വഴി എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടില്ല. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ ഒരു പുസ്തകം വന്നു ചേർന്നു. ജെയിംസ് ക്ലിയർ എഴുതിയ അറ്റോമിക് ഹാബിറ്റ്സ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ ഈ ഒരു പുസ്തകം. ഞാനിത് എത്ര തവണ വായിച്ചു എന്നറിയില്ല. കാരണം അതിലെ ഓരോ പേജും ഓരോ വരിയും എനിക്ക് വേണ്ടിയിട്ട് എഴുതിയതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പുസ്തകം എൻ്റെ ലൈഫിനെ തന്നെ ടോട്ടലി ചേഞ്ച് ചെയ്തു. അണുശീലങ്ങളുടെ പ്രാധാന്യം, ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതോടുകൂടി, അതായത് നമ്മൾ ചെറിയ ചെറിയ ഹാബിറ്റ്സ്, സ്ഥിരമായിട്ട് ചില ശീലങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് എടുത്ത് കളയുകയും അല്ലെങ്കിൽ ചില ശീലങ്ങൾ, നല്ല ശീലങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടലി മാറും. നമ്മൾ മാറി തുടങ്ങും. നമുക്ക് ചുറ്റിനുമുള്ള ആൾക്കാരും എല്ലാം മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ എൻ്റെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുകയും എൻ്റെ ജീവിതത്തിൽ തന്നെ അടിമുടി മാറ്റിയ ഈ പുസ്തകം നമ്മുടെ ആമസോണിൽ കിട്ടും. മലയാളം ട്രാൻസ്ലേഷനൊക്കെ ലഭ്യമാണ്. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ബുക്കൊന്ന് വായിച്ചു നോക്കാം. നിങ്ങളെ ഒത്തിരി നല്ല രീതിയിൽ ഇൻസ്പയർ ചെയ്യും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് നിങ്ങളിൽ വരുത്താനും, നിങ്ങളുടെ ശീലങ്ങളെ മാറ്റുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. അതിനായിട്ട് ഞാൻ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സജസ്റ്റ് ചെയ്യുന്നു. വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് എന്നെ അറിയിക്കണം. താങ്ക് യു.